നമ്മളെപ്പോഴും പറയാറുണ്ട്, യൂത്ത്സാണ് സ്ട്രെങ്ത് ഓഫ് ദ പ്രസൻറ്റ്. ഇന്നത്തെ ശക്തി യുവജനങ്ങളാണ്. അത് സഭയുടേതാണെങ്കിലും സമൂഹത്തിൻ്റെ ആണെങ്കിലും ഏത് സംഘടനകളുടെ ആണെങ്കിലും. എന്നാൽ ഒരു പ്രശ്നം, ഈ ശക്തിയായ യൂത്ത്സ് പലപ്പോഴും ഇതിലൊന്നും ഒരു ഭാഗമല്ലാതെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമുക്ക്? നമ്മുടെ സഭയുടെ കാര്യങ്ങളിൽ, ഇടപെട കാര്യങ്ങളിൽ ഞങ്ങൾ സെപ്പറേറ്റാണ്, ഞങ്ങളൊരു വേറെ ഒരു ഗ്രൂപ്പാണ്, ഞങ്ങൾ യുവജനങ്ങളാണ്, ഞങ്ങളിതിനൊന്നും പങ്കുകാരല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്. നമ്മൾ വിചാരിക്കും, ഇപ്പോൾ നമ്മുടെ പള്ളികളിലുള്ള സീനിയേഴ്സ്, നമ്മൾ പറയാം അവർ സീനിയേഴ്സാണ്, ഇവർ തുടങ്ങിയതാണ്, അവരെല്ലാം ഇതൊക്കെ നടത്തിയത്. അവർ എത്ര വയസ്സിലതൊക്കെ തുടങ്ങിയെന്നറിയാമോ നിങ്ങൾക്ക്? അവർ നിങ്ങളെക്കാൾ ചെറുപ്പമായിരുന്നപ്പോൾ ഇതിനൊക്കെ ഇൻവോൾവായി ഇതിൽ പങ്കാളികളായതാണ്. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ ഇൻവോൾവ് ആകാനുള്ള കറക്റ്റ് സമയം, ഏതിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും നമുക്ക് ഇൻവോൾവായി തുടങ്ങാനുള്ള കറക്റ്റ് സമയം എപ്പോഴാണ്? Is there an age? 45? 50? Then? From the beginning of our life. നമുക്ക് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ക്രിസ്തീയ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടവരാണ് നമ്മൾ. ആണോ? എന്നാൽ ചില ആളുകൾ പിന്നീട് കർത്താവിനെ അറിഞ്ഞ് ഈ സമൂഹത്തിൽ ചേർന്നവരുണ്ട്. അവരെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളായ നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സഭ വളരെ ക്രമീകൃതമായ രീതിയിൽ എങ്ങനെയാണ് ഈ സഭയുടെ ഭാഗമായി ഗാത്രമായി വളർന്നു വരേണ്ടത് എന്ന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിൽ, നമ്മൾ ചെറുപ്പകാലങ്ങളിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളായി ചെറുതായിട്ട് പഠിച്ചു തുടങ്ങും. എവിടുന്നാണ് നമ്മൾ കർത്താവിനെ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്? കർത്താവെന്നോ യേശുവെന്നൊക്കെ നമ്മൾ ആദ്യം കേട്ടത് എവിടുന്നാണ്? ഫ്രം വേർ? ഞാൻ പറയുന്നത് മലയാളം മനസ്സിലാകത്തില്ലേ? യു നോ മലയാളം? യെസ്. എവിടുന്ന് നമ്മൾ ആദ്യം കർത്താവെന്നോ യേശുവെന്നോ ദൈവമെന്നൊക്കെ കേട്ടത്? ഫ്രം അവർ ഹോം. എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് കേൾക്കാൻ നമുക്ക് പറ്റിയത്? അവർ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വിശ്വാസം ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന ഒരു പന്താവിൽ നമ്മുടെ സീനിയേഴ്സ് പങ്കാളികളാണ്, നമ്മൾ പങ്കാളികളാണ്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പങ്കാളികളാണ്. അപ്പോൾ ആരാണ് ഈ സഭയുടെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഇതിൻ്റെ അംഗങ്ങളാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾക്കത് മാറി നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സംവേർ വി ഹാവ് സം പ്രോബ്ലം. അത് സീനിയേഴ്സുമായിട്ടുള്ള ബന്ധത്തിലാകാം, എങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഇതിനകത്തൊന്നും ഭാഗമല്ല. രാജ്യത്തിൻ്റെ പ്രക്രിയയിലാണെങ്കിലും സാഹചര്യങ്ങളിലാണെങ്കിലും ഇപ്പോഴൊക്കെ ഈ ഭരണത്തിലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ യുവാക്കൾ മാറി നിൽക്കുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതൊന്നും നമ്മുടെ ഭാഗമല്ല, നമുക്ക് കുറേ പഠിക്കാനുണ്ട്, നമുക്ക് ജോലി കിട്ടണം, നമ്മൾ ഇങ്ങനെയൊക്കെ ഒതുങ്ങിക്കൂടി അങ്ങനെ പോവാം. എന്നാൽ ഒരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു ആൾക്കാരുടെ ചിന്താഗതി. ഞാനാണിതൊക്കെ ചെയ്യേണ്ടത്, ഞാനാണിത് ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഈ പള്ളി ഉണ്ടാക്കിയത്, ഈ ദേശത്തെ പല കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. എന്നാൽ ഇത്
ഈ കാലങ്ങളിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നി എൻ്റെ മാത്രം പ്രശ്നമാണോ അതോ നിങ്ങളുടെയും പ്രശ്നമാണോ? അതോ ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? നിങ്ങൾക്ക് വായില്ലേ, നാക്കില്ലേ? ഉണ്ട്. യെസ്. അപ്പോൾ നമ്മളെ ഈ സഭയുമായി കർത്താവുമായി ബന്ധിക്കുന്നതിന് ഓരോരോ കാലങ്ങളിൽ ഓരോരോ ഘടകങ്ങൾ ഉണ്ട്. അതിൽ നമ്മുടെ യുവത്വകാലത്തിൽ യുവാക്കളായിരിക്കുമ്പോൾ നമ്മളെ ഈ സഭയുമായി ദൈവവുമായി ബന്ധിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് യുവജനസഖ്യം. മർത്തമായ യുവജനസഖ്യം യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. എന്നാൽ യുവാക്കളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇതൊന്ന് സെപ്പറേറ്റായിട്ട് മാറ്റിവെക്കാവുന്നതല്ല. ഈ സഭയ്ക്കകത്ത് ഉള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഭാഗവാക്കാണ്. എന്നാൽ പ്രത്യേകമായി യുവജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നു ചേരുന്നു. എന്നാൽ ഒരിക്കലും സീനിയേഴ്സിൽ നിന്നോ ജൂനിയേഴ്സിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ നമ്മൾ അന്യരല്ല എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം ഭാഗമായി വളരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കുന്നതിന് സാധ്യമായി തീരുക. അതുകൊണ്ട് യുവജനങ്ങളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യുവജനസഖ്യം മാത്രമായിട്ടൊരു എൻറ്റിറ്റി അല്ല, പിന്നെയോ ഈ ഇടവകയുടെ ഈ കൂട്ടായ്മയുടെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങളിലൂടെ യുവജനസഖ്യം മാത്രമല്ല, നമ്മുടെ ഇടവക, നമ്മുടെ സഭ എല്ലാം ശക്തിപ്പെടണം. എങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? നമ്മളും കർത്താവുമായുള്ള ബന്ധത്തിലാണ്. സൺഡേ സ്കൂൾ എന്തിനു വേണ്ടിയാണ്? ഓരോ കുഞ്ഞിനെയും യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. കം ടു ജീസസ്, ലെറ്റ് ബ്രിങ് എവരി വൺ ടു ജീസസ്. യേശുവിലേക്ക് വരിക, യേശുവിലേക്ക് കൊണ്ടുവരിക. എന്തിനാണ് യുവജനസഖ്യം? ഓരോ യുവാവും കർത്താവുമായുള്ള ബന്ധത്തിൽ ആയിത്തീരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളെ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി വിവിധങ്ങളായ മുഖാന്തരങ്ങളിലൂടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന്, അപ്പോൾ അത് ഇടവകയ്ക്ക്, സഭയ്ക്ക്, സമൂഹത്തിന്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നതിന് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിലാണെങ്കിലും മറ്റിടവകകളിലാണെങ്കിലും നമ്മുടെ പല ഇടവകകളിലും യുവജനസഖ്യം വളരെ കൃത്യമായി പ്രത്യേക പരിപാടികൾ ചെയ്യുന്നുണ്ട്. അവർ നല്ല നല്ല പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു ഇടവകയുടെ സഭയുടെ ആകത്തുകയിലാണ് എന്ന് മനസ്സിലാക്കി ഒരുമിച്ചുള്ള വളർച്ച, നമ്മുടെ സീനിയേഴ്സിനെ സഹായിക്കുക, കുഞ്ഞുങ്ങളെ സഹായിക്കുക, അവരിൽ നിന്ന് മാതൃകകൾ ഉൾക്കൊള്ളുക, ദൈവവചനം പഠിക്കുക. ഈ പഠനത്തിലൂടെ കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു തിരിച്ചറിഞ്ഞ് അതിൻ്റെ പങ്കാളികളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.